പ്രിയ സജ്ജനങ്ങളെ, സദനമസ്കാരം. ഏകാത്മത സ്തോത്ര പഠനത്തിൽ നമുക്കിന്ന് ചിന്തിക്കേണ്ടത് ആൾവാർമാരെ കുറിച്ചാണ്. ജൂലേലാലോദ ചൈതന്യ തിരുവള്ളുവരസ്ഥത നായന്മാരാളവാരശ്ച ആൾവാർമാർ. ആരാണ് ആൾവാർമാർ? ദക്ഷിണ ഭാരതത്തിലെ പല ഭാഗങ്ങളിലുണ്ടായിരുന്ന 12 വൈഷ്ണവ സിദ്ധന്മാരെയാണ് ആൾവാർമാർ അഥവാ ആൾവാർ എന്ന് പറയുന്നത്. ഇവർ പൊതുവെ വിഷ്ണുവിൻ്റെ അംശമായി കരുതപ്പെടുന്നു. ആ 12 പേരുടെ പേരുകൾ ഇങ്ങനെയാണ്: പൂതത്താൾവാർ, കുലശേഖര ആൾവാർ, മധുരക്കവി ആൾവാർ, പെരിയാൾവാർ, പൊയ്കൈയാൾവാർ, തിരുമങ്കൈ ആൾവാർ, തിരുമഷി ചെയ്യാൾവാർ, തിരുപ്പാണ ആൾവാർ, തൊണ്ടരിപ്പൊടിയാൾവാർ, ആണ്ടാൾ, നമ്മാൾവാർ, പേയാൾവാർ. ഇവർ യഥാക്രമം ഗദ, കൗസ്തുഭം, ഗരുഡൻ, നന്ദകം, പാഞ്ചജന്യം, സാരംഗം, സുദർശനം, വൈജയന്തിമാല, തുളസി എന്നിവയുടെ അവതാരമായി കണക്കാക്കപ്പെടുന്നു. ഒക്കെ ഭഗവാൻ വിഷ്ണുവുമായി ബന്ധപ്പെട്ടത്. നമ്മാൾവാർ വനമാലയുടെയും പെയ് ആൾവാർ താമരയുടെയും അവതാരമാണ്. ഈ വിശദാംശങ്ങളിലെ ചില വ്യത്യാസങ്ങളും പറയപ്പെടുന്നുണ്ട്. എല്ലാ വൈഷ്ണവ ഭക്തരുടെയും പദങ്ങൾ 4000 പ്രബന്ധത്തിൽ ദിവ്യപ്രബന്ധം എന്ന് വിളിക്കപ്പെടും സംഗ്രഹിച്ചിരിക്കുന്നു. ഇതുകൂടാതെ തിരുവൃത്തം, ചെറിയ തിരുവന്താനി, തിരുവായ്മൊഴി, തിരുമൊഴി, അമലനാദീപം, തിരുവാപ്പൈ എന്നിവയും ഇവരുടെ കൃതികളാണ്. ശ്രീരംഗക്ഷേത്രത്തിൽ ഇവരുടെ പ്രതിമകളുണ്ട്. ഏറ്റവും പ്രമുഖനായ ആൾവാർ നമ്മാൾവാർ ആണ്. തിരുവായ്മൊഴിയുടെ സൃഷ്ടാവായ നമ്മാൾവാർ കലിയുഗം 4/13 5116 വർഷം മുമ്പ് തിരുനഗരിയിലെ കാര്യാർജന്മിയുടെയും ഉദയമങ്കയാരുടെയും പുത്രനായി ജനിച്ചു. ജനശേഷം അനങ്ങാതിരുന്ന കുട്ടിയെ ഗ്രാമത്തിലെ വിഷ്ണു ക്ഷേത്രത്തിന്റെ മുന്നിൽ കെട്ടിത്തൂക്കിയ തൊട്ടിലിൽ ഒരു പുളിമരത്തിന്റെ ചുവട്ടിൽ കിടത്തി അച്ഛനമ്മമാർ വീട്ടിലേക്ക് പോയി. 16 വർഷം അതേ കിടപ്പിൽ കിടന്നു. അവിടെ എത്തിയ മധുരകവി എന്ന ആൾവാർ അദ്ദേഹത്തിന്റെ സിദ്ധാവസ്ഥ മനസ്സിലാക്കി. അന്നു മുതൽ നന്മാൾവാർ ഭഗവാനെ സ്തുതിച്ചു പാടിയ പദങ്ങൾ മധുരാൾവാർ എഴുതിയതാണ് തിരുവായ്മൊഴി. 35 വർഷം അതേ പുളിമര ചുവട്ടിൽ കഴിഞ്ഞ നമ്മാൾവാർ അവിടെ തന്നെ മഹാസമാധി പ്രാപിച്ചു. പെരിയാൾവാർ ഒരു ദിവസം തൻ്റെ വീട്ടുപറമ്പിൽ തുളസി വനത്തിൽ കുഴിച്ചപ്പോൾ ഒരു പെട്ടി കണ്ടു. അതിലൊരു കന്യകയുണ്ടായിരുന്നു. ആ കുട്ടിയെ പെരിയാൾവാർ വളർത്തി. ആ കുട്ടിയാണ് ആണ്ടാൾ. ഒരു ദിവസം ഭഗവാന് വേണ്ടി തയ്യാറാക്കിയ മാല ആണ്ടാൾ സ്വയം ധരിച്ചു. തൻ്റെ ശ്വാസം പോലും തട്ടാത്ത ശുദ്ധമാലയാണ് ആൾവാർ ഭഗവാന് സാധാരണ ചാർത്താറ്. പുത്രിയുടെ ധിക്കാരം കണ്ട അദ്ദേഹം പൊട്ടിത്തെറിച്ചു. എന്നാലെന്ന് വെറും കൈയുമായി ചെന്ന ആൾവാരോട് ഭഗവാൻ ആണ്ടാൾ ധരിച്ച മാല പവിത്രമാണെന്നും അതെനിക്ക് ചാർത്തണമെന്നും പറഞ്ഞു. തൻ്റെ പുത്രി തന്നേക്കാൾ ഭഗവാന്റെ പ്രിയങ്കരിയായതിൽ ആൾവാർ ആനന്ദം പൂണ്ടു. ആണ്ടാൾ സദാ പൂജയിലും കീർത്തനത്തിലും മുഴുകിയിരുന്നു. ഇതിലെല്ലാം മറ്റു സ്ത്രീകളും പങ്കെടുക്കുവാൻ അവർ പ്രേരിപ്പിച്ചു. അങ്ങനെ ഭക്തകളുടെ എണ്ണം കൂടിക്കൂടി 5 ലക്ഷമായി. ഭഗവാൻ സ്നേഹവും ത്യാഗവുമാണ് ആഗ്രഹിക്കുന്നത് എന്നവർ പറഞ്ഞപ്പോൾ, ആരെയാണ് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് ചോദിച്ചപ്പോൾ ശ്രീരംഗനാഥനെ ഭഗവാനെ എന്നായിരുന്നു മറുപടി. പാണ്ഡ്യരാജാവ് ആണ്ടാളെ ശ്രീരംഗനാഥന് കന്യാദാനം നടത്തി. അന്നു മുതൽ ആണ്ടാളും പൂജനീയയായി. മീരാബായിയെപ്പോലെ ആണ്ടാളും 143 ഭജനകൾ പാടിയിട്ടുണ്ട്. അച്ഛൻ ഉപദേശിച്ചതുപോലെ ആണ്ടാൾ ശുദ്ധ മനസ്സോടെ ഭഗവാനിൽ ആത്മസമർപ്പണം നടത്തി. ആണ്ടാൾ ഉത്സവം ഇന്നും വില്ലുപുരത്തിലെ വിപുലമായിട്ട് ആഘോഷിച്ചു വരുന്നു. ദക്ഷിണ ഭാരതത്തിൽ ആൾവാർമാരുടെ ദിവ്യ പരമ്പര പെട്ടെന്ന് ഗ്രഹിക്കാൻ പറ്റാത്ത ജ്ഞാനമാർഗമല്ല, സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന ഭക്തി മാർഗമാണ് പ്രചരിപ്പിച്ചത്. സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള ശൈവ വൈഷ്ണവ പരമ്പരയാണ് ഭാരതീയ സംസ്കാരത്തെ ആഴത്തിൽ പരിപോഷിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ വിചിത്രവും
അതുപോലെ തന്നെ അത്ഭുതകരവുമായ ധാരാളം കഥകളിലൂടെയാണ് ഇത്തരം മഹാത്മാക്കളുടെ ജീവിതം കടന്നു പോകുന്നത്. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് അവർ മഹാത്മാക്കൾ എന്നറിയപ്പെടുന്നത്. വൈഷ്ണവരും ശിവഭക്തന്മാരും തമ്മിൽ തല്ലിയിട്ടുണ്ട് ഭാരതത്തിൽ. പക്ഷേ വൈഷ്ണവർ വിഷ്ണുവിനെയും ശിവനെയും ആത്യന്തികമായി കരുതി. അതുകൊണ്ട് തന്നെ ഈ ഭക്തന്മാർ മത്സരിച്ച് ശിവന്റെയും വിഷ്ണുവിൻ്റെയും സ്തോത്രങ്ങളും ജപവുമെല്ലാം പ്രചരിപ്പിച്ചത് നമ്മുടെ സംസ്കാരത്തിൻ്റെ നിലനിൽപ്പിന് സഹായകമായി തീർന്നു എന്നാണ് പണ്ഡിത മതം. നമുക്ക് നമ്മുടെ മഹാത്മാക്കളെ കുറിച്ചുള്ള കഥ നാളെയും തുടരാം. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.